നമസ്കാരം, എല്ലാവർക്കും ഹൊറക് മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഓൺ യൂത്ത് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ഒരു ഡിസ്കഷൻ വീഡിയോ ആയിരുന്നു. സോ ബേസിക്കലി ദിസ് വീഡിയോ വിൽ ബി ബേസ്ഡ് ഓൺ മോർ ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയ നിരവധി സോഷ്യൽ മീഡിയകളുണ്ട്. ഇതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ്, ഇൻഫ്ലുവൻസിങ്, എഡ്യൂക്കേഷൻ, കരിയർ, കണക്ടിവിറ്റി ടു അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്. അങ്ങനെ ഒട്ടനവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്സ് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. പക്ഷേ ഇൻഫോർമേറ്റീവിനുപരി ഇതിൻ്റെ യൂസേജ് കൂടുമ്പോഴാണ് ശരിക്കും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തു, ഒരു റീൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാവും നമ്മൾ തിരിച്ചറിയുക, 2 മണിക്കൂർ കഴിഞ്ഞു. കാരണം നമ്മുടെ ബ്രെയിനിനെ ചിന്തിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഇത് എവിടെ വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം പോകും, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം. മറ്റു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ, സംസാരിച്ച് കൂടിയാലുള്ള പ്രശ്നം, സംസാരിക്കാതിരുന്നാലുള്ള പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരു 2 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കാൻ തന്നെ കഴിയുന്നില്ല. പേഷ്യൻസ് എന്നുള്ള പറഞ്ഞൊരു ഫാക്ടർ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എക്സസീവ് യൂസേജ് കാരണം. പോലും അറിയാതെ നമ്മളെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സോഷ്യൽ മീഡിയാസ്. അത് മാത്രമല്ല, അത് സോഷ്യൽ ബുള്ളിങ്, സോഷ്യൽ ക്രിറ്റിസിസംസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അപ്പിയറൻസ്, അതിനെല്ലാം നമ്മൾ ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്ത് ജഡ്ജ് ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഞാൻ പറയാതെ തന്നെ അറിയണ്ടാവും. നമ്മൾ പല സമയത്തും നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിനെ ബാക്കിയുള്ളവർ വെച്ച് കമ്പയർ ചെയ്യും. നമ്മൾ അവളുടെ പോലെ അല്ലേ, നമ്മൾ അവൻ്റെ പോലെ ഇല്ലേ, അത്ര ഭംഗിയില്ലേ. അതുപോലെ സ്റ്റോക്കിങ്, നമുക്ക് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരാൾ നമ്മൾ ഫോളോ ചെയ്യുന്നു, അവരെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ഉറങ്ങാൻ മറന്നു പോകുന്നു. അല്ലെങ്കിൽ എല്ലാവരും പോലെ നമ്മൾ കോളേജിൽ പോയി ഉറങ്ങുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോയി ഉറങ്ങുന്നു. wherever you go you will sleep because your brain not getting enough rest. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ തന്നെ ബാധിക്കുന്നുണ്ടെന്ന് പലരും റിയലൈസ് ചെയ്യുന്നില്ല. കാരണങ്ങൾ നമ്മൾ തേടി പോകാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ മൊബൈൽ ഫോണിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എത്രത്തോളം അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ഒറ്റയടിക്ക് കാണില്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ ആ കോൺമ വീഡിയോ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് മനസ്സിലാവും. സോ പ്ലീസ് ചെക്ക് ദാറ്റ് വീഡിയോ ഓൾസോ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രൈവസി. നമ്മുടെ ഫോട്ടോസ്, നമ്മളിടുന്ന സ്റ്റോറീസ്, ഇത് ആർക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൈംസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് അവെയർ, വി ഡോണ്ട് കെയർ ദാറ്റ് മച്ച്. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള ഫാക്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്നുണ്ട്. എഫക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ യൂത്ത് എന്ന ടോപ്പിക്കിനെ ബേസ് നടത്തിയ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ആണിത്. വിച്ച് ഈസ് കോസിങ് സിവിയർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഓൺ യൂത്ത് ലൈക്ക് സെൽഫ് എസ്റ്റീം, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ കൊണ്ടെത്തിക്കുന്നു. റീസെൻ്റായിട്ട് ചെന്നൈയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. സൈബർ ബുള്ളിങ് കൊണ്ട് ഒരമ്മ ചെയ്ത കാര്യം. ഇങ്ങനെ ഒരുപാട് ക്രൈംസ്. ഇതൊക്കെ ചെറിയ ആർട്ടിക്കിൾസും ചെറിയ ന്യൂസുകളും മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഐ വിൽ പ്രൊവൈഡ് ദാറ്റ് ലിങ്ക്സ് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ. ഗോ ത്രൂ ദാറ്റ് ആസ് വെൽ. സോ ദിസ് ഈസ് ഇറ്റ്. സോഷ്യൽ മീഡിയ നമുക്കൊരു ഗുണവും ചെയ്യുന്നില്ല. നമ്മുടെ സമയം കൺസ്യൂം ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നു. മൊത്തത്തിൽ ഇത് എന്ത് ഗുണമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കേവലം മറ്റുള്ളവരുടെ അപ്രൂവൽസിന് വേണ്ടി നമ്മളിതിന് സമയം ചെലവഴിക്കാണ് കൂടുതൽ സമയം ചെയ്യുന്നത്. So we have to change about that. So how to change? That we are going to discuss now. The solutions. First thing is having a self-awareness. ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് സ്വയം വേണം. നമ്മൾ എന്തിനാണ് ഫോൺ എടുക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. ഇതാണ് സെൽഫ് അവയർനെസ്. നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ബേസിക് നോളജ്, സെൽഫ് നോളജ്. നെക്സ്റ്റ് ഈസ് ടാസ്ക് ഓറിയൻറ്റഡ്. ഹൗ ടു സ്റ്റാർട്ട്, വേർ ടു സ്റ്റാർട്ട് ആൻഡ് വൈ ടു സ്റ്റാർട്ട്. ഇങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ
സ്വയം ചോദിക്കണം, ലൈക്ക് എന്തിനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ്. സോ നിങ്ങൾ ആ ടാസ്ക് ഓറിയൻറ്റഡ് എടുക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് തന്നെ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് അവിടെ ഡെവലപ്പ് ആവും. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടത് എൻ്റെ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി ഇടാനാണ്. സോ ഐ ഹാവ് ടു ഡു ദാറ്റ് ഓൺലി. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്ട്രെസ് കുറയ്ക്കണം, കുറച്ച് റീൽസ് കാണാം, ആൻഡ് ഐ ഹാവ് ടു ഡു ദാറ്റ് ഫോർ 10 minutes. ലൈക്ക് നിങ്ങളുടെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജിലേക്ക് നിങ്ങൾ പ്രോംപ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, യൂട്യൂബ് എടുക്കുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിനാണെങ്കിൽ നമ്മൾ പർപ്പസിൽ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കണം. അടുത്ത ടൈം മാനേജ്മെൻറ്റ്, എത്ര സമയം യൂസ് ചെയ്യുന്നു, എത്ര സമയമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ അലാം സെറ്റ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങാൻ. ഫോർ ബിഗിനേഴ്സ് ഓഫ് കോഴ്സ്. നെക്സ്റ്റ് തിങ് ഈസ് യൂസിങ് സ്യൂറ്റബിൾ അൽഗോരിതം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന് നമുക്കായിട്ടൊരു അൽഗോരിതം സെറ്റ് ചെയ്യാൻ കഴിയും. ചില റീൽസ് അല്ലെങ്കിൽ പോസ്റ്റ് നമുക്ക് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന മോട്ടിവേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് സെറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള സാധനങ്ങൾ മാത്രം ഫീഡ്സിൽ വരാൻ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് ഈസ് ആൾവേസ് കീപ് പ്രൈവസി. നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളുടെ സ്റ്റോറീസ് ഇത് ആർക്ക് വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം. സോ ഇത് ബേസിക്കലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യും. സോ കീപ് ഇറ്റ് സിമ്പിൾ. ലൈക്ക് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി എ പേഴ്സൺ ലൈക്ക് എ പബ്ലിക് ഐക്കൺ ഓർ എനിത്തിങ്, ദെൻ യു ജസ്റ്റ് ഹാവ് ടു കീപ് യുവർ ഓൺ ഫോളോവേഴ്സ്, യുവർ ഓൺ ഫ്രണ്ട്സ്. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് ആര് കാണണം, ആരൊക്കെ കാണണ്ട എന്നുള്ളത്. സോ ഇത് നിങ്ങളുടെ പ്രൈവസിൻ്റെ മെറ്ററാണ്. സോ ഇത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സൂട്ടബിളായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ഹാവിങ് എൻ എക്സ്ട്രാ കെയർ. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഹാവിങ് എൻ എക്സ്ട്രാ കെയർ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾ അത്യാവശ്യം കെയർ കാണിക്കുക. ലൈക്ക് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർക്ക് യൂസ് ചെയ്യുന്നതിൽ അവർ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ കറക്റ്റ് ദം ഇഫ് യു റിയലി ലവ് ദം. സോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും നമ്മൾ എവിടെയും സെർച്ച് ചെയ്തതല്ല, നമ്മൾ സ്വയം അപ്ലൈ ചെയ്ത് ഇതിൽ മാറ്റങ്ങളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഈ കാണുന്ന 5 പോയിന്റ്സ് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഇഫ് യു അപ്ലൈ ദെൻ യു വിൽ റിയലൈസ് ഹൗ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. യു വിൽ ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. രാത്രി ഒരുപാട് സമയം സ്ക്രോൾ ചെയ്ത് കളയാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടും. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആൻഡ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ബാക്കി സമയം യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ബുക്ക് വായിക്കാനാണ്, അല്ലെങ്കിൽ പാട്ട് പാടാനാണ്, എക്സസൈസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ യൂട്യൂബ് വീഡിയോ തുടങ്ങാനാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ യു വിൽ ഹാവ് ദ ടൈം. ടൈമിൻ്റെ ഒരു പ്രശ്നം അവിടെ വരില്ല. കാരണം നിങ്ങളുടെ ടൈം പണ്ടുമുണ്ട്, ഇപ്പോൾ നിങ്ങൾ കറക്റ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഓഫ് ലെസ് ഡിസ്ട്രാക്ഷൻ വിച്ച് ലീഡ്സ് ടു മോർ പ്രൊഡക്ടിവിറ്റി. ഹാവിങ് ഗുഡ് ഫുഡ് വിച്ച് ഈസ് എ ഗുഡ് റിസൾട്ട് ഫോർ എവറിത്തിങ്. സോ ഗായ്സ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കരുത് നിങ്ങളുടെ ദിനചര്യയുടെ കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിലായിരിക്കണം. ആരുടെ ഒപ്പം ചിലവഴിക്കണം, എത്ര സമയം ചിലവഴിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിന് മാറ്റം മനസ്സിലാവും. എത്രത്തോളം പോസിറ്റീവ് റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. വി നീഡ് എ ബെറ്റർ സൊസൈറ്റി ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹൊറഗ്മലു എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് എ പ്ലേസ് ഫോർ ഓപ്പൺ കോൺവെർസേഷൻ. ഇവിടെ നമ്മൾ എല്ലാ ടോപ്പിക്കും ചർച്ച ചെയ്യും. നിങ്ങൾക്കും സംസാരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമ്മളെ സപ്പോർട്ട് ചെയ്യും. സോ വൺസ് അഗൈൻ താങ്ക് യു everyone.